മക്കളെ, ഇതാ ആനുവൽ എക്സാം വരാൻ പോവാണ് അല്ലേ? അപ്പൊ 8ാം ക്ലാസ്സിൽ നമ്മുടെ ബ്യൂട്ടി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട ഭാഗമാണ് ഇൻസിറ്റു ആൻഡ് എക്സിറ്റു കൺസർവേഷൻ. അതായത് നമ്മുടെ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള മെക്കാനിസംസ് കൊണ്ടുവന്നിട്ടുണ്ട്, കൺസർവേഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്. അതിന് രണ്ടായിട്ട് നമ്മൾ ജനറൽ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഇൻസിറ്റു ആൻഡ് എക്സിറ്റു കൺസർവേഷൻ. അപ്പൊ ഇത് പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസൈഡ് ആണ് അല്ലേ? അതായത് എവിടെയാണോ ഈ പറയുന്ന നേച്ചറിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ജീവജാലങ്ങളൊക്കെ ഉള്ളത്, അവരെ അവരുടെ ഹാബിറ്റാറ്റിന്റെ ഉള്ളിൽ തന്നെ, ഇൻസൈഡ് ദാറ്റ് ഹാബിറ്റാറ്റിൽ തന്നെ നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോവാണ്. അതിനെയാണ് നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാഷണൽ പാർക്സുകൾ, ഇരവികുളം നാഷണൽ പാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ബയോസ്ഫിയർ റിസർവ്സുകൾ ഉണ്ട്, ഇനി സേക്രഡ് ഗ്രൂവുകൾ, കാവുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ്? നമ്മൾ ഈ പറയുന്ന ഇൻസിറ്റു കൺസർവേഷന്റെ ഭാഗമാണ്. ഇനി എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ, എക്സിറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്കാണ്. അതായത് ഹാബിറ്റാറ്റിൽ നിന്നും അവരെ നമ്മൾ പ്രത്യേകം കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് നമ്മൾ പ്രത്യേകമായിട്ട് കൺസ്ട്രക്ട് ചെയ്തെടുത്ത ഭാഗത്ത് അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് കൺസേർവ് ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ സുവോളജിക്കൽ പാർക്സുകൾ, ബൊട്ടാനിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്, ഇവിടെയൊക്കെ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ അവരെവിടെയാണോ താമസിച്ചിരുന്നത് അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്ന് പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? പ്രൊട്ടക്ട് ചെയ്ത് അവരെ കൺസേർവ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇൻസിറ്റു ആൻഡ് എക്സിറ്റു കൺസർവേഷൻ രണ്ടും പഠിക്കണം. രണ്ടിൻ്റെയും എക്സാമ്പിൾസും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് തരികയാണ്. നമ്മൾ റെഡ് ഡാറ്റ ബുക്കിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ? അതായത് ഈ പറയുന്ന എക്സ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിട്ടുള്ളവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനും അവരെ കുറിച്ച് ബോധവാന്മാരാവാനും വേണ്ടിയിട്ടാണ് അവരുടെ ഒരു ലിസ്റ്റ് നമ്മൾ റെഡ് ഡാറ്റ ബുക്കിൽ എന്ത് ചെയ്തിരിക്കുന്നത്? നെയിം ചെയ്ത് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് IUCNന്റെ അണ്ടറിലാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ IUCNന്റെ ഫുൾ ഫോം എന്താണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ.